ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖമായിട്ട് അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ കാണാമല്ലേ. ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ട കുറച്ച് നിമിഷം ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? എന്താ പറയുക, ഞാൻ ഭയങ്കര ഒരു എക്സൈറ്റഡ് ഇമോഷണലും ഒക്കെ ആയൊരു സമയം. പക്ഷെ അതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിലായിരുന്നില്ല. എന്തായാലും ആ കാര്യം എന്താണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആദ്യം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ മോളുടെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നപ്പോഴത്തെ കുറച്ച് വിഷ്വൽസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവർ 5 ഫ്രണ്ട്സാണ്, ബെസ്റ്റ് ഫ്രണ്ട്സ്. അതിൽ ഒരാൾ നാട്ടിൽ സെറ്റിലാവാൻ പോവാണ്. അപ്പോൾ ഇവരെന്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ചെറുപ്പകാലമൊന്നുമല്ലല്ലോ ഇപ്പോഴത്തെ മക്കൾ. ഇപ്പോൾ ഒക്കെ ഒരു ജനറേഷൻ അങ്ങനെ മാറി മാറി അവരുടെ തിങ്കിങ്ങൊക്കെ വേറെ ലെവലിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ സ്കൂളിൽ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പറയാൻ തുടങ്ങിയതാണ് ഇവരെ പുറത്ത് കൊണ്ടുപോകണം അവർ എവിടെയെങ്കിലും മാളിൽ ഞങ്ങളെ ഇറക്കി വിടണം, ഞങ്ങൾ പോയി കളിച്ചിട്ട് വരാം എന്നൊക്കെ അപ്പോഴേ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലാനിങ് നടന്നത് ഈ വർഷമാണെന്ന് മാത്രം. ഇപ്പോൾ 3rd സ്റ്റാൻഡേർഡിലായിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാൾ റിയ നാട്ടിൽ സെറ്റിലാവാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് റിയക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 5 പേരും കൂടി പ്ലാൻ ചെയ്തു ഓരോ ദിവസവും ഓരോ ആളുടെ വീട്ടിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ. അങ്ങനെ 5ാമത്തെ ദിവസമാണ് എനിക്ക് വന്നത് കേട്ടോ, എൻ്റെ ടേൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് 2 പേർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ വന്ന് നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇവിടെ ലുലുവിൽ കൊണ്ടുപോയി സ്പാർക്കിസിലൊക്കെ ആയിട്ട് പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അവർക്കൊരു ചില്ല് ചെയ്ത് അവർക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന മെമ്മറബിൾ ഡേ ആക്കിയിട്ട് അത് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണല്ലോ നമുക്ക് റിയക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഓർമ്മകളൊക്കെ എന്നും ഇവിടെ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ചിലപ്പോൾ ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് മിസ്സായി പോവേ, അവർക്കൊന്ന് ഓർത്തെടുക്കാനും ഇങ്ങനെയൊക്കെ പണ്ട് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇതിനൊക്കെ ഭയങ്കര ഒരു സംഭവമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് വീഡിയോ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരിത് കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടമൊക്കെ തോന്നും കേട്ടോ. ഭയങ്കരമായിട്ട് പിരിഞ്ഞു പോരുമ്പോഴൊക്കെ വിഷമവും പിന്നെ ഉമ്മ കൊടുത്തിട്ടും കെട്ടിപ്പിടിച്ചൊന്നും മതിയാവുന്നേ ഇല്ല. അപ്പോൾ ആ ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് എന്നങ്ങനെ ഇന്നും നിലനിൽക്കട്ടെ എന്നാണ് ഇപ്പോൾ ഞാനും ആഗ്രഹിക്കുന്നത്. ഇത് പിന്നെ വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് പർച്ചേസിന് വേണ്ടി പോയതാണ്. പർച്ചേസ് വരാൻ പറ്റില്ല, നമ്മളിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അതുപോലെ നാട്ടിലും പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു കുട്ടി പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഓഫറൊക്കെ വന്നു കണ്ടോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയതാണ്. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഓഫറൊന്നുമില്ല. ഓഫർ ഉള്ളതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ടൈപ്പ്. പെരുന്നാളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ജസ്റ്റ് വലിയൊരു അങ്ങനത്തെ ഒരു ഫങ്ഷനൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും എടുത്തില്ല. ജസ്റ്റൊക്കെ ഒന്ന് നോക്കി പോയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ള സെൻറ്റർ പോയിന്റിലാണ്. അത് ഞങ്ങളുടെ തൊട്ടടുത്തൊരു സെൻറ്റർ പോയിന്റ് കേട്ടോ. സെലക്ട് ചെയ്താ ഞാൻ സെലക്ട് ചെയ്ത് ബാക്കി 2 സ്വന്തമായിട്ടാണ് സെലക്ട് ചെയ്തത്. പറഞ്ഞു ഞാൻ സെലക്ട് ചെയ്തരാം ഡ്രസ്സ് വന്നിട്ട് എനിക്ക് ഫ്രീക്കൻ ഡ്രസ്സ് വേണമെന്ന്. ഓ ശരി, അപ്പം സെറ്റാക്കി തരാം. സെറ്റ് പക്ഷെ ആർക്ക് വയറുള്ളതുകൊണ്ട് വലിയ വയറുള്ളതുകൊണ്ട് ഡാഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഇടാൻ പറ്റി. ഒരെണ്ണം പാകമായിരുന്നു, പക്ഷെ ഡാഡി വിചാരിച്ചു 2 അടുക്ക് വരുമ്പോഴത്തേനും അത് കടന്നു പോകുന്ന. ശരി, സെൻറ്റർ പോയിന്റിൽ നിന്ന് നമുക്ക് ഡ്രസ്സൊന്നും കിട്ടാത്തതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് മാക്സ്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോഴാണ് മോൾക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടിയത്. ആദ്യം അവൾ ചെന്നപാട് അവൾ വാങ്ങിച്ചത് ഈ ഒരു മണി പൗച്ചാണ് കേട്ടോ. എന്നിട്ടാണ് പിന്നെ അതിലേക്ക് മാച്ചായിട്ടുള്ള ഡ്രസ്സ് തപ്പിപ്പിടിച്ചത്. അപ്പോൾ എന്തായാലും 2 മോൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് അന്ന് രാത്രി തന്നെ നമ്മൾ ഡേ ടു ഡേയിലേക്ക് പോകണതാട്ടോ. അപ്പോൾ ഡേ ടു ഡേയിലേക്ക് പോകാൻ കാരണം വെച്ചാൽ തലേ ദിവസം ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്രിലിക് മാർക്കർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കളറ് വർക്ക് ചെയ്യുന്നുമില്ല. പിന്നെ അവളോട് ഞാൻ വേറൊരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ട്, എന്താണെന്നുള്ളത് അവൾ കുറച്ച് നേരം പറയണം കേട്ടോ, അത് കേൾക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചത് ഇതിലൊക്കെ ഏകദേശം എല്ലാം ഒരേ ഡ്രസ്സ് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം തന്നെയാണ് നടന്നത്, 2-3 ദിവസമായിട്ട് നടന്നൊരു സംഭവങ്ങളാണ്. വാങ്ങിച്ചല്ലോ അതോ അതിലത്തെ ഒരു കളർ കംപ്ലൈന്റ്. പിന്നെ പ്രോമിസ് ചെയ്ത് എനിക്ക് ലൈക്ക് ആ കളർ തീരുമ്പോൾ എനിക്ക് വലിയൊരു സെറ്റ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തു. എനിക്ക് ചെറിയ സെറ്റ് വാങ്ങിച്ചോണ്ട് വന്നു. അതുകൊണ്ട് നമ്മൾ പുതിയത് വാങ്ങാം. ഇപ്പോൾ ഡേ ടു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തറവാട് പോലെ നമ്മൾ തൊട്ടടുത്തായതുകൊണ്ട് എന്താവശ്യമില്ല ഇങ്ങനെയാണ് ആദ്യം ഓടിക്കൊണ്ട് വരും, അവിടെ എല്ലാം കിട്ടുമല്ലോ.
അപ്പോൾ അവൾ പറഞ്ഞല്ലോ മാർക്കറിൻ്റെ കാര്യം. അതുപോലെ തന്നെ ആ മാർക്കർ മാറ്റിയിട്ട് ഇപ്പോൾ ഇതാ ഇത് എടുത്തിട്ടുണ്ട്, വലുതെടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ ഇപ്പോൾ ഹാപ്പിയായി. നമ്മളെ ബില്ലായിട്ട് വന്ന് നോക്കുമ്പോൾ ഒരു എക്സ്ചേഞ്ച് തരും ചെയ്തു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്താ സന്തോഷം. വാ പോവാ. ഇനി ഇത് വേറൊരു ദിവസം ഉച്ചക്ക് നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. മന്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കിച്ചണിൽ ഒന്നും വെക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെ മാത്രം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുള്ളൂ. പിന്നെ ഉച്ചക്കേൾക്കുള്ള ലഞ്ചും അതുപോലെ നമ്മുടെ ഡിന്നറും ഒന്നും ഞാൻ ഉണ്ടാക്കില്ല. അതെല്ലാം ഇന്ന് പുറത്തുനിന്നാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതായത് May 4th എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ഞാൻ വേറെ അധികം പണിയൊന്നും ചെയ്യില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇതാ ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ ബർത്ത്ഡേക്ക് കേക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒന്നും ചെയ്തില്ല. കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും മക്കളുടെയും ബർത്ത്ഡേക്ക് മാത്രം കേക്ക് വാങ്ങിക്കും. ഹസ്ബൻഡിനും അങ്ങനത്തെ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പിള്ളേർക്കാണെങ്കിൽ നമ്മൾ പുതിയ ഡ്രസ്സും അവർക്ക് വേണ്ട ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും എന്നല്ലാതെ വേറെയുള്ള അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് റാസൽഖൈമ കോർണർ സൈഡിലേക്കാണ്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മേൽക്കൂടെ പോകുമ്പോൾ അപ്പുറത്ത് കാണുന്നതാണ് ഇവിടുത്തെ പവർ ഹൗസ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ കുറേ ഷിപ്പുകൾ വരും. പിന്നെ ഒരു പോർട്ടുണ്ട് അവിടെയാണ് ഷിപ്പൊക്കെ മെയിൻ്റനൻസിനൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ഏരിയ ആ ഭാഗത്താണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റ്, മീറ്റ് അങ്ങനത്തെ മാർക്കറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇവിടെ കുറേ ഫ്ലവേഴ്സിൻ്റെയും അതുപോലെ കുറേ അങ്ങനത്തെ ഏരിയകളൊക്കെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ വീട്ടിൽ ശരിക്കുള്ള ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ വിൽക്കുന്ന കുറേ ഏരിയകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പ്രാവുകൾ വന്നിരിക്കും. അപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള തീറ്റിട്ട് കൊടുക്കും. അപ്പോൾ അത് കഴിക്കാൻ വന്നിട്ടുള്ള സമയമാണ്. ഉച്ചക്കാണ് വന്നിട്ടുള്ളത് അവരും. അങ്ങനെ നമ്മൾ ആ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ നേരെ പോണത് ഇപ്പോൾ ഇവിടുത്തെ ഒരു മന്തി കിട്ടുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന മന്തിയല്ല കേട്ടോ, സുർബിയാനാണ് വാങ്ങിക്കുന്നത്. ഇത് ഇവിടുത്തെ NMC റോയൽ മെഡിക്കൽ സെൻ്ററാണ് കേട്ടോ. ആദ്യം റോയൽ മാത്രമേ ഉണ്ടായിരുന്നു, പിന്നെ NMCയും കൂടിയിട്ട് അവർ ടൈപ്പായിട്ട് ഇപ്പോൾ പുതിയൊരു ഇതിലാക്കിയിട്ടുണ്ട്. ഇത് കോർണർ സൈഡിലാണ്, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കോർണർ സൈഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വിൻ്ററിലൊക്കെ ആണെങ്കിൽ ഈ സമയത്തൊക്കെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒന്നും അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അധികം ചൂട് എത്തിയിട്ടില്ല, പുഴുക്കൊന്നും എത്തിയിട്ടില്ല. പുഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് രാത്രി ആയാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻ്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് യമൻ അൽ മന്തി എന്നാട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് കൂടുതലും സുർബിയാനാണ് വാങ്ങിക്കാറുള്ളത്. മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു വേറെ പ്ലെയിൻ റൈസാണല്ലോ. അപ്പോൾ പക്ഷേ ഈ ഒരു സുർബിയാനിലാണെങ്കിൽ അതിൻ്റെ ആ മീറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സുർബിയാൻ കഴിക്കാത്തുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കും. മന്തിനേക്കാട്ട് നമുക്ക് കൂടുതൽ ഇഷ്ടം സുർബിയാനാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് മന്തിയല്ല സുർബിയ വാങ്ങിച്ചു. പിന്നെ പോരുന്ന വഴിക്ക് നമ്മുടെ അടുത്ത് തന്നെ വേറൊരു റെസ്റ്റോറൻറ്റ്, ഇത് കുറച്ചിങ്ങോട്ട് പോരാ, നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് പോരാനുണ്ട്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിനുള്ളിൽ വേറൊരു മന്തി ഉണ്ട് കേട്ടോ. മന്തിയല്ല, ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ്, പക്ഷെ അവിടെ എല്ലാം കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ അഫ്ഗാനി മന്തിയും കൂടി വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത് അഫ്ഗാനി മന്തി. പിന്നെ ഇതാണ് നമ്മുടെ സുർബിയാൻ്റെ 2 സെറ്റ്. അപ്പോൾ പിന്നെ എന്താ പറയുക, സുർബിയാൻ്റെ റൈസ് സെപ്പറേറ്റും ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മീറ്റും കൂടി മട്ടൻ്റെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മട്ടനാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരു പാക്കറ്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി തികയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വാങ്ങിച്ചത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. എൻ്റെ ഒരു സുഖമായിട്ടുള്ളൊരു ഉച്ചക്കാലത്തെ ഉറക്കവും കഴിഞ്ഞ് ഞാൻ എണീറ്റ് വന്ന് നോക്കുമ്പോൾ എൻ്റെ മോൾ എനിക്ക് തന്ന സർപ്രൈസാണ് കേട്ടോ ഇത്. അവൾ കടയിൽ പോയിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു കൊടുന്നു. അതിൻ്റെ മേലെ 2 വേഫറും പിന്നെ കുറച്ച് ന്യൂട്ടെല്ല അങ്ങനത്തെ സ്പ്രെഡ് ചെയ്തിട്ട് എനിക്ക് തന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവളുടെ വകയായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേയുടെ കേക്ക്.
ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയതും ഞാൻ കരഞ്ഞതും ഞാൻ സന്തോഷിച്ചായിട്ടുള്ളൊരു ഗിഫ്റ്റ്. അതും എനിക്കിത് കിട്ടിയത് ഞാൻ പ്രതീക്ഷിക്കുന്ന ആളുടെ കയ്യിൽ നിന്നല്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അങ്ങനത്തെ കുറേ ഇമോഷൻസൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ അതിൻ്റെ കയ്യിൽ കിട്ടിക്കുമ്പോൾ സ്വർണ്ണമാണോ ഞാൻ ആദ്യം പെട്ടെന്ന് സംശയിച്ചു പോയത്. അതിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്ത് എൻ്റെ മോനാണ് കേട്ടോ. അവനിപ്പോൾ +2 പഠിക്കുന്നത്. അപ്പോൾ നമ്മളാരും അവനക്കൊരു 5 പൈസ കൊടുക്കാണ്ടാണ് അവൻ്റെ സ്വന്തമായ സമ്പാദ്യം കൊണ്ടാണ് ഇത് വാങ്ങിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അവരും അവൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്സും ഇതുപോലെ ചെയ്യാറുണ്ട്. അവരുടെ പാരൻസിന് അവരെല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് വാങ്ങിക്കും. ഇപ്പോൾ വേറെ ആളുടെ അമ്മയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ മോനും അവർക്ക് അതിന് വീട്ടിൽ ഷെയർ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഇവർ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് എനിക്ക് തന്നത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ ആകെ എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും ഇവൻ്റെ കയ്യിലൊക്കെ മക്കളുടെ കയ്യിലൊക്കെ നമ്മൾ ഈ പ്രായത്തിൽ ഇതൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. അപ്പോൾ അത് കിട്ടിയേക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, സന്തോഷവും സങ്കടവും. പിന്നെ മോനെ കുറിച്ചിട്ട് ഞാൻ എന്താ പറയുക, അങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനമൊക്കെ തോന്നിയിട്ട് അവൻ്റെ ആ ഒരു കാര്യത്തിൽ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എനിക്ക് ആ ഒരു ഇതൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ എടുക്കില്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. പിന്നെ മോനക്കാണെങ്കിലും അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല വീഡിയോയിൽ വരാനൊക്കെ. പിന്നെ അവൻ വരണമെങ്കിൽ തന്നെ ഒളിച്ചും പാത്തും പതിയൊക്കെ ഞാൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ഞാൻ നിന്നില്ല. അവനെൻ്റെ കയ്യിൽ കൊടുന്നു തന്നു. അവൻ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആളുമല്ല. കൊടുന്നു തന്നിട്ട് അവൻ്റെ വഴിക്ക് പോയി. അതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നത് അവനിപ്പോൾ ഈ പ്രായത്തിൽ അവനക്കിത് ഇങ്ങനെ സമ്പാദിക്കണം എന്നുള്ള തോന്നലുണ്ടാവാനും അതുപോലെ ഇങ്ങനെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം അവനക്ക് അങ്ങനത്തെ ചിന്തിക്കട്ടെ, അവനക്ക് കിട്ടുന്നതിന് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം അവൻ്റെ ജീവിതകാലം മുഴുവനും അങ്ങനെ പടച്ചോൻ നിലനിർത്തി തന്നാൽ മതി. മറ്റൊരാളുടെ മുന്നിൽ പോയി കൈ നീട്ടാതെയും ആരെയും പറ്റിക്കാണ്ടും ആരെയും ഉപദ്രവിക്കാണ്ടും അവനവന് കിട്ടുന്നത് എന്താണെങ്കിലും അത് അധ്വാനിച്ച് നേടുമ്പോൾ അതിനൊരു വില തന്നെയാണല്ലോ. അങ്ങനത്തെ ആ ഒരു സ്വഭാവം ജീവിതകാലം മുഴുവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എപ്പോഴും ദുആ ചെയ്തിട്ട്. എനിക്ക് അവൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. പക്ഷെ നമ്മൾ ടെൻഷൻ അടിക്കുന്ന പോലെ ഒന്നും ആവില്ല മക്കൾ ചിലപ്പോൾ വരുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നല്ല പ്രതീക്ഷിക്കുന്ന മക്കൾ ഒന്നുമല്ലാത്ത രീതിയിലാവും, ഒരു പ്രതീക്ഷ ഇല്ലാത്തവർ ചിലപ്പോൾ നന്നാവും ചെയ്യും. അപ്പോൾ അങ്ങനെ പല വിധത്തിലുമുണ്ട്. എങ്ങനെ ആയാലും നല്ല മക്കളായി വളരുക, പാരൻസിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഗുണമുള്ളവരാവുക, അതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലേ. അല്ലാണ്ട് കുറേ പൈസ ഉണ്ടാക്കി കുറേ അധ്വാനിച്ചിട്ടും പിന്നെ അതൊന്നും ഉപയോഗപ്പെടാണ്ട് പോയിട്ടൊരു കാര്യമില്ലല്ലോ. മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടൊക്കെ കിട്ടുന്നത് എന്തായാലും അത് നമുക്ക് ഒട്ടും ശാശ്വതമല്ല. അത് വന്ന വഴി അതുപോലെ തന്നെ പോകും. അപ്പം അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിലോ കാര്യങ്ങളിലോ ഒന്നും പെടാണ്ട് നല്ലൊരു മോനായിട്ട് അവൻ ജീവിക്കാൻ പറ്റട്ടെ അല്ലേ. എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അന്ന് ഒരു ഇമോഷണലായിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അത്രയധികം ഇമോഷണലായത്. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും ഇതേ ഒന്ന് പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. വല്ലതും കിട്ടുമെന്ന് അറിയാണ്ട് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് മുന്നേ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വേറൊരു സെൻറ്റർ പോയിന്റിൽ വന്നാണ്. നമ്മുടെ വീടിനോട് കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കുറച്ചധികം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അവരെ ബില്ല് കണ്ടപ്പോൾ നമ്മൾ ആദ്യം ഞെട്ടിട്ടു. വലിയൊരു ബില്ലായിരുന്നു. പക്ഷേ അത്രക്കുള്ള പൈസ അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇതൊക്കെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ പിന്നെ നേരെ പോയത് ഡിന്നർ കഴിക്കാനാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ ഇന്നത്തെ ലഞ്ചും ഡിന്നറൊക്കെ ബന്ധാക്കിയിരിക്കുകയാണ്. ഞാൻ കയറില്ല എന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ല റാഹത്തായിട്ട് അൽഹംദുലില്ലാ ഈ ഒരു ദിവസം ബർത്ത്ഡേയുടെ അന്ന് എന്താ പറയുക, വളരെയധികം സന്തോഷമുള്ളൊരു ബർത്ത്ഡേ തന്നെയായിരുന്നു. ഇങ്ങനെ നമുക്ക് അധികം പൈസയൊന്നും ഇല്ലെങ്കിലും സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും കൂടി ഉള്ള കുറച്ച് കാലം അത് ജീവിക്കാൻ പറ്റിയ അത്രയും ഹൈർ അല്ലേ. അങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റട്ടെ. എല്ലാം റാഹത്തായിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്ന് ഇതെവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കണം കേട്ടോ. പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും ആകും. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം പറയേണ്ടത് അവസാനം പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ, ടേക്ക് കെയർ.